നമുക്കൊരു ക്യാബേജ് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ കുറച്ച് ചെറിയ സ്പൂണാണ് കേട്ടോ, അതിൽ 2 ടീസ്പൂൺ തന്നെ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരട്ടെ. പൊട്ടി വരുമ്പോൾ ഒരു നുള്ളു ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകമാണ്. ആ ജീരകം പൊട്ടി വരുമ്പോൾ 2 സബോള, മീഡിയം സൈസ് വലിപ്പമുള്ള 2 സബോള ഇട്ട് കൊടുക്കുക. നന്നായി വഴന്ന് വരട്ടെ. അപ്പോൾ അതൊന്ന് പെട്ടെന്നായി കിട്ടാൻ വേണ്ടി നമുക്ക് തോരനിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി തന്നെ വഴന്ന് വരണം. അങ്ങനെ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് വഴന്ന് വരണ വരെ വീണ്ടും നമുക്കൊരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. അപ്പോൾ പച്ചമുളകൊക്കെ ഒന്ന് വാടി വരും. അതുപോലെ തന്നെ വേപ്പിലയൊക്കെ ഒന്ന് അതിൽ കിടന്ന് ആയി വരും. പിന്നെ ഇതൊരു മീഡിയം സൈസ് വലിപ്പമുള്ള ക്യാബേജാണ്. അതിൻ്റെ ഒരു അരഭാഗമാണ്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട്, ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടതാണ്. അപ്പോൾ ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എന്നാലും ഇന്നത്തെ എൻ്റെ കറിയാണിത്. അപ്പോൾ ഒരു സാമ്പാറുണ്ട്. അപ്പോൾ അതിനൊരു തോരൻ വേണ്ടേ. അപ്പോൾ അത് ഞാനിന്ന് ക്യാബേജാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെ കാണിച്ചെന്ന് മാത്രം. അപ്പോൾ തുടക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. ഇനി നമുക്കിത് മൂടിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ സാമ്പാറിനൊപ്പം നമുക്ക് ഒരു അച്ചാർ, തോരൻ, അതുപോലെ എന്തെങ്കിലും പപ്പടം ഒക്കെയായ സദ്യ പോലെയായി നമ്മൾ. അപ്പോൾ അതായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/4 മുറി തേങ്ങ ചിരകിയിട്ടിട്ട് കൊടുക്കാം കേട്ടോ. ശേഷം ഇനി മൂടിയിട്ട് വേവിക്കൊന്നും വേണ്ട, നമ്മൾ ഇളക്കി യോജിപ്പിച്ചൊരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കുക, അതിലൊന്ന് യോജിച്ച് വരാനായിട്ട്. യോജിപ്പിച്ച് എടുത്തതിന് ശേഷം ഉപ്പൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അതിലിപ്പോൾ നമ്മൾ ആദ്യം ഇട്ടതാണ് സബോള ഒന്ന് വേഗമായി വരാൻ വേണ്ടി നമ്മൾ ഉപ്പിട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഉപ്പ് എങ്ങനെയുണ്ട് കറിയുടെ എന്നൊക്കെ നോക്കാം. എന്നിട്ട് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ഒരു സ്വല്പം ഇട്ട് കൊടുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.